UDF നേതൃത്വത്തെ അമ്പരിപ്പിച്ച് PV അൻവർ MLAയുടെ തൃണമൂൽ കോൺഗ്രസ് പ്രവേശം. ഇടതുമുന്നണി പുറത്താക്കിയ PV അൻവറിനെ UDFൽ ചേർക്കുന്നതിനായി ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിത നീക്കം. പുറത്തായ അൻവർ MK സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന DMKയിൽ ചേരാനായിരുന്നു ആദ്യ നീക്കം. ഇതിനായി DMK എന്ന ചുരുക്കപ്പേരിൽ മറ്റൊരു സംഘടനയും രൂപീകരിച്ചു. DMK കൈയൊഴിഞ്ഞതോടെ മുസ്ലിം ലീഗിലും പിന്നീട് കോൺഗ്രസിലും അംഗമാവാൻ ശ്രമം. ഇതും നടക്കില്ലെന്നുറപ്പായതോടെ UDF മുന്നണിയുടെ ഭാഗമാവാനായി ചർച്ചകൾ. മുസ്ലിം ലീഗ് നേതാക്കളെ വീട്ടിലെത്തി കണ്ടു. കോൺഗ്രസ് നേതാക്കളെ നേരിട്ട് കണ്ടെങ്കിലും ചർച്ച ചെയ്യാമെന്ന മറുപടിയാണ് കിട്ടിയത്. എന്നാൽ തൊട്ടടുത്ത ദിവസം PV അൻവറിനെ കാണുന്നത് കൊൽക്കത്തയിൽ തൃണമൂൽ നേതാക്കളോടൊപ്പമാണ്. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വം അംഗീകരിക്കാത്ത മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കുന്നതിന് കോൺഗ്രസിന് പുനരാലോചന വേണ്ടിവരും. ബംഗാളിലും കോൺഗ്രസിന്റെ ശത്രുപക്ഷത്താണ് തൃണമൂൽ. രാജീവ് ഗാന്ധിയെ അധിക്ഷേപിച്ചതിനും അൻവർ ഇതുവരെ മാപ്പു പറഞ്ഞിട്ടില്ല. ആലോചനയില്ലാത്ത നീക്കങ്ങളും എടുത്തുചാട്ടവും UDFനും ബാധ്യതയാവുമെന്ന മുസ്ലിം ലീഗിന്റെ സംശയവും ബലപ്പെട്ടു. ചുരുക്കത്തിൽ കൊൽക്കത്തയിൽ നിന്ന് തൃണമൂൽ മെമ്പർഷിപ്പുമായി തിരിച്ചെത്തുന്ന അൻവറിന്റെ ഭാവി ഉറ്റുനോക്കുകയാണ് അൻവറിന്റെ തന്നെ അനുയായികൾ. കൈരളി ന്യൂസ്, മലപ്പുറം.